നമുക്ക് ആദ്യം ഒരു ഫോട്ടോ കാണാം. ഈ ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. ഇതിൽ നിങ്ങൾ ആരെയൊക്കെയാണ് കാണുന്നത്? ഒരു ജിറാഫിനെയും അതിന്റെ കുഞ്ഞിനെയുമാണ് അല്ലേ? ഈ ഫോട്ടോ അപ്പുകുട്ടനും കൂട്ടുകാരും കൂടെ സ്കൂളിൽ നിന്നും സൂ കാണാൻ പോയപ്പോൾ എടുത്തതാണ്. സൂ കാണാൻ പോയപ്പോൾ അപ്പുകുട്ടന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ജിറാഫിനെയും കുഞ്ഞിനെയുമായിരുന്നു. അതുകൊണ്ട് ഈ ഫോട്ടോ കൊണ്ടുവന്ന അപ്പുകുട്ടൻ വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു. അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛന് വളരെയധികം ഇഷ്ടമായി. അതിനുശേഷം അച്ഛൻ അപ്പുകുട്ടനോട് പറഞ്ഞു, ഈ ഫോട്ടോയ്ക്കുള്ളിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏതാണ് ആ ഇംഗ്ലീഷ് അക്ഷരമെന്ന് മോൻ കണ്ടുപിടിക്കണമെന്ന്. അപ്പുകുട്ടൻ നല്ലതുപോലെ ആലോചിച്ച് ശ്രദ്ധിച്ച് ഫോട്ടോയിൽ നോക്കി. എന്നിട്ട് ആ അക്ഷരം കണ്ടുപിടിച്ചു. കൂട്ടുകാരും ഈ ഫോട്ടോയിലേക്ക് നല്ലതുപോലെ ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. എന്നിട്ട് ഏതക്ഷരമാണ് ഈ ഫോട്ടോയിൽ ഒളിഞ്ഞു കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കൂ. ഫോട്ടോയ്ക്കുള്ളിൽ ഒളിഞ്ഞു കിടന്ന അക്ഷരം ഏതായിരുന്നു? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജി എന്ന അക്ഷരമായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇതുപോലൊരു ജി ആദ്യം നിർമ്മിക്കാം. അതിനുശേഷം ജി എങ്ങനെ എളുപ്പത്തിൽ എഴുതാമെന്ന് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന അക്ഷരമാണ് ജി. ജി നിർമ്മിക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ജിയുടെ ഈ സി പോലെയുള്ള ഭാഗം നിർമ്മിക്കാം. സി പോലെയുള്ള ഭാഗം നമുക്ക് ബോർഡിൽ ഉറപ്പിക്കാം. അടുത്തതായി ഇനി ഒരു വര പോലെയുള്ള ഭാഗമുണ്ടല്ലേ, ആ ഭാഗം നമുക്ക് ബോർഡിൽ ഉറപ്പിക്കാം. ഇനി എന്താണ്? വീണ്ടും ഒരു വരയുണ്ടല്ലേ മുകളിൽ നിന്നും താഴേക്ക്, ആ ഭാഗവും നമുക്ക് ചേർത്ത് വെക്കാം. ഇപ്പോൾ ഏതക്ഷരം ലഭിച്ചു? ജി. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ജി. ജി ഫോർ ജിറാഫ്. ജി ഫോർ ജിറാഫ്. ഇനി നമുക്ക് ജി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ജി എഴുതുന്നതിനായിട്ട് ഇതുപോലെ വളച്ച് ഡോട്ടിട്ട് തരാനായിട്ട് പേരന്റിനോട് പറയുക. അതിനുശേഷം നിങ്ങളത് ഇതുപോലെ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് സി ലഭിച്ചില്ലേ? ഇതുപോലെ തന്നെ വീണ്ടും ഡോട്ടുകൾ ഇടുക. ആ ഡോട്ടുകളിലൂടെ നിങ്ങൾ എഴുതുക. ഇനി ഡോട്ടുകളുടെ സഹായമൊന്നും കൂടാതെ തന്നെ സി എഴുതുക. ഇനി നമുക്ക് ഈ സി നമ്മൾ എഴുതി നിർത്തിയ ഭാഗത്തു നിന്നും മുകളിലേക്കൊരു വര വരയ്ക്കുക. ഇതുപോലെ. ഇപ്പോൾ നമ്മൾ സി എഴുതാൻ പഠിച്ചു. അവിടെ നിന്നും മുകളിലേക്ക് ഇതുപോലെ വരയ്ക്കാൻ പഠിച്ചു. അതിനുശേഷം ഇതുപോലെ ഒരു വര വരയ്ക്കുക. ഒരിക്കൽ കൂടെ എഴുതാം. ഒരിക്കൽ കൂടി എഴുതാം. ഇനി നിങ്ങൾ ഈ വരയിൽ നിന്നും താഴേക്കൊരു ചെറിയ വര കൊടുക്കുക. ഏതക്ഷരമായി? ജി. ആദ്യം നമ്മൾ സി എഴുതി, അതിനുശേഷം മുകളിലേക്കൊരു വര വരച്ചു, നേരെ ഒരു വര വരച്ചു, പിന്നീട് താഴേക്കൊരു വര. ജി. സി എഴുതി, മുകളിലേക്കൊരു വര, സൈഡിലേക്ക് ഒരു വര, താഴേക്കൊരു വര. ജി. ഇപ്പോൾ നിങ്ങൾ ജി എഴുതാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് എങ്ങനെ ജി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു ജിറാഫിനെ വരയ്ക്കാമെന്ന് നോക്കാം.
ഇന്ന് നമ്മൾ ജി എഴുതാൻ പഠിച്ചു. ജി ഫോർ ജിറാഫ് എന്ന് പഠിച്ചു. അതിനുശേഷം ജി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു ജിറാഫിനെ വരയ്ക്കാനും പഠിച്ചു. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ തുടർന്ന് വരുന്ന വീഡിയോകളിൽ പഠിക്കാം. ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.